ജിഷ്ണു കേസിലെ ഒന്നാം പ്രതിയായ പി കൃഷ്ണദാസിനെ വൈകിട്ട് 5 മണിയോടെയാണ് ഇരിങ്ങാലക്കുട ASP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുള്ള കൃഷ്ണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൃഷ്ണദാസിന് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇരിങ്ങാലക്കുട SP കിരൺ നാരായണന്റെയും ചാലക്കുടി DYSP ഷാഹുൽ ഹമീദിന്റെയും നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. 3 മാസമായിട്ടും പ്രതികളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ജിഷ്ണുവിന്റെ അമ്മയും മറ്റ് കുടുംബാംഗങ്ങളും നാളെ DGP ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങാനിരിക്കെയാണ് പോലീസ് ഒന്നാം പ്രതി പി കൃഷ്ണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് സമരം ഒഴിവാക്കാനുള്ള പോലീസിന്റെ നാടകമാണെന്നാണ് ജിഷ്ണുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. അതിനാൽ നാളത്തെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. പ്രവീണിനെയും ശക്തിവേലുവിനെയും പിടിക്കട്ടെ, പിന്നെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ലല്ലോ ഇതുവരെ. അങ്ങനെയാണ് സമരത്തിന് ഇരിക്കേണ്ടി വരുന്നത്. അത് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമെന്നാണ് ഈ അമ്മ കരുതുന്നത്. സമരത്തിനായി ജിഷ്ണുവിന്റെ കുടുംബം നാദാപുരത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.